നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. മലപ്പുറം കളികാവിൽ വീട്ടുകാരുടെ പരിചരണം കിട്ടാതെ ദുരിതത്തിലായ 3.5 വയസ്സുകാരിയെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. കുട്ടിയെ വീട്ടിലുള്ളവർ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചൈൽഡ് ലൈൻ ഇടപെട്ടാണ് കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. കൊടും ദുരിതമാണ് 3.5 വയസ്സുകാരി വീട്ടിൽ അനുഭവിച്ചിരുന്നതെന്ന് ആദ്യം കാണുമ്പോൾ തന്നെ വ്യക്തമാകും. 6 മാസം പ്രായമായ കുട്ടിയുടെ ശാരീരിക വളർച്ച പോലുമില്ല. ദേഹം മുഴുവൻ മുറിവേറ്റതിന്റെ അടയാളങ്ങളുണ്ട്. എല്ലും തോലുമായിരിക്കുന്നു കുട്ടി. കുഞ്ഞിന്റെ അമ്മ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. 2 ഭർത്താക്കന്മാരും ഇപ്പോൾ കൂടെയില്ല. 2 വിവാഹങ്ങളിലായി 4 മക്കൾ. അതിൽ ഈ കുട്ടിയോട് മാത്രമാണ് അവഗണന. കുട്ടിയെ അമ്മയുടെ അമ്മ ഉപദ്രവിക്കാറുണ്ടെന്നാണ് അയൽവാസിയുടെ പരാതി. നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇവരുടെ വീട്ടിലെത്തിയത്. എല്ലാ കുട്ടികളെയും വിവിധ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്കും കുട്ടിയുടെ അമ്മയെ മഹിളാ മന്ദിരത്തിലേക്കും മാറ്റി. കുട്ടിയുടെ ഭക്ഷണമോ അതല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു കെയറോ കിട്ടുന്നില്ല. കുട്ടിയുടെ ശരീരമാസകലം പാടും, അതുപോലെ തന്നെ കുട്ടിയുടെ കാലിന് വളവൊക്കെ ഉണ്ട്. കാൽഷ്യത്തിൻ്റെ കുറവ് കാരണം നമ്മൾ കുട്ടിയെ താൽക്കാലികമായിട്ട് ഈ 3 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ നമ്മൾ ശിശുപരിപാലന കേന്ദ്രത്തോട്ടും അതുപോലെ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ അമ്മ അതുപോലെ തന്നെ അവരുടെ മറ്റ് 3 കുട്ടികളെയും ഈ സംരക്ഷണ കേന്ദ്രത്തിലോട്ട് മാറ്റാൻ ഓർഡർ ഇട്ടിട്ടുള്ളതാണ്. 9 വയസ്സുണ്ട് ഈ വീട്ടിലെ മൂത്ത കുട്ടിക്ക്. പക്ഷേ കുട്ടിയെ ഇതുവരെ സ്കൂളിൽ വിടുകയോ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. നടന്ന സംഭവങ്ങളിൽ അന്വേഷണം നടത്തിയ ശേഷമാകും തുടർ നിയമ നടപടികൾ കൈക്കൊള്ളുക. ന്യൂസ് 18 മലപ്പുറം. ചൂടിലുരുകി കേരളം. സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പുകൾ ഇന്നും തുടരും. വയനാട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ശരാശരിയിലും ഉയർന്ന താപനിലയായിരിക്കും. പകൽ 12 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വിശ്രമം അനുവദിക്കണമെന്നാണ് ആവർത്തിച്ചുള്ള നിർദ്ദേശം. ഇടുക്കിയും വരൾച്ചയിലേക്ക്. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞതോടെ വൈദ്യുതി ഉൽപാദനവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സംഭരണശേഷിയുടെ 50% താഴെയാണിപ്പോൾ അണക്കെട്ടുകളിലെ ജലനിരപ്പ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ഇടുക്കിയിലെ ജലസംഭരണികളിലും ജലനിരപ്പ് ക്രമാതീതമായി താഴുകയാണ്. നീരുറവകൾ വറ്റി അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതാണ് ജലനിരപ്പ് താഴുവാൻ കാരണം. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി അണക്കെട്ടിൽ നിലവിൽ 43% വെള്ളമുള്ളൂ. ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. മാട്ടുപ്പെട്ടിയിൽ 40%, പൊന്മുടിയിൽ 43%, ആനയിറങ്കലിൽ 39%-മാണ് വെള്ളമുള്ളത്. ഇതോടെ വൈദ്യുതി ഉൽപാദനത്തിലും വലിയ കുറവുണ്ടായി. വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കേരള സമൂഹം പോകുന്നത്. നാട്ടിലെ ഡാമുകളെല്ലാം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു. നീരുറവകൾ വറ്റി ഉണങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ അപകടകരമായ ഈ സ്ഥിതിവിശേഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും വൈദ്യുതി ഉൽപ്പാദനമൊക്കെ ഏതാണ്ട് നിലയ്ക്കുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട വേനൽക്കാല മഴകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് ഒഴിച്ചാൽ കേരളത്തിൽ വ്യാപകമായ മഴ അടിയന്തരമായി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. പൊന്മുടി ജലാശയത്തിൽ നിന്നും വെള്ളമെത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പന്നിയാർ പവർ ഹൌസിന്റെ ഉൽപാദനശേഷി 30 മെഗാവാട്ടാണ്. എന്നാൽ അണക്കെട്ടിലെ ജലനിരപ്പ് കുറഞ്ഞതോടെ ഇവിടെ രാത്രിയിൽ മാത്രം ഒരു ജനറേറ്ററാണ് പ്രവർത്തിപ്പിക്കുന്നത്. ആനയിറങ്കലിലെ ജലനിരപ്പ് ഇനിയും കുറഞ്ഞാൽ പന്നിയാറിലെ വൈദ്യുതി ഉൽപാദനം നിലയ്ക്കുകയും ചെയ്യും. വരൾച്ച വൈദ്യുത മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്കും കനത്ത തിരിച്ചടിയാണ്. തന്നാണ്ട് വിളകളടക്കം കരിഞ്ഞുണങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കാർഷിക മേഖല പൂർണ്ണമായും തകരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ന്യൂസ് 18 ഇടുക്കി. കൊട്ടാരക്കര പുത്തൂരിൽ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി നോക്കുകുത്തിയാകുന്നു. സജ്ജലധാരയുടെ ഭാഗമായി നിർമ്മിച്ച കുളവും ജലസംഭരണിയുമാണ് ഉപയോഗശൂന്യമാകുന്നത്. പുത്തൂർ കാർത്തികപ്പള്ളിയിൽ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ജലസംഭരണിയാണ് വെള്ളം വിതരണം ചെയ്യാനാകാതെ നിലച്ചു കിടക്കുന്നത്. 50ഓളം പട്ടികജാതി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ജലക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടിയായിരുന്നു സദ് ജലധാര പദ്ധതിയിൽ ജലസംഭരണി സ്ഥാപിച്ചത്. നാളിതുവരെയായി ജലസേചനം നടന്നിട്ടില്ലെന്നാണ് പരാതി. പട്ടികജാതിക്കാരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായി ഉയർന്ന സ്ഥലത്ത്
കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമാണ്. മുൻകാലങ്ങളിൽ പിന്നെ ടാങ്കറിനകത്ത് വെള്ളം കൊണ്ടു തന്നുകൊണ്ടിരുന്നതാണ്. ഈ പ്രാവശ്യം ഇതുവരെ വെള്ളം തന്നതുമില്ല. ആളുകൾ ഇതിൻ്റെ പേരിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ കാലുമുട്ടും ഒന്നും വയ്യാത്തതാണ്. വെള്ളം ചൂട് ചുമക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ്. നമ്മുടെ ആൾക്കാരെല്ലാം കടന്ന് വെള്ളം ചുമക്കുകയാണ്. ഇവിടെ നമ്മൾ ചുമക്കുമായിരുന്നു. ഏറ്റവും വലിയ പട്ടികക്കാരാണ് നമ്മൾ ദുരിതം അനുഭവിക്കുന്ന പട്ടികക്കാരനാണ്. കണ്ണങ്കരക്കാല ജലസംഭരണി സ്ഥാപിച്ച ഇടത്തുനിന്ന് 2 കിലോമീറ്റർ താഴ്ചയിലുള്ള എലിച്ചിറയിലയിലാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിനാൽ വെള്ളം ഉപയോഗിക്കാറില്ല. തുടർ നടപടികൾ ഉണ്ടാകാതെ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ നിന്നുപോയതിനാലാണ് പ്രദേശത്ത് ജലക്ഷാമത്തിന് പരിഹാരം കാണാനാകാത്തതെന്നും പ്രദേശവാസികൾ പറയുന്നു. എത്രയും വേഗം ജലക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. കടുത്ത ചൂടിൽ ആശ്വാസമായി തൊടുപുഴയിൽ വേനൽ മഴ പെയ്തു. അപ്രതീക്ഷിതമായി പെയ്ത മഴ ചൂടിൽ നിന്ന് താൽക്കാലിക ആശ്വാസം നൽകി. ഏകദേശം 1 മണിക്കൂറോളമാണ് മഴ ലഭിച്ചത്. ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയ ജില്ലകളിൽ ഇടുക്കിയുമുണ്ടായിരുന്നു. കുറച്ചു നേരമാണെങ്കിലും മഴ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് തൊടുപുഴക്കാർ. ഭൂതത്താൻകെട്ട് ഇടമലയാർ റോഡിൽ വന്യജീവി ശല്യം രൂക്ഷമായി. ഇതേ തുടർന്ന് വനം വകുപ്പ് കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇടമലയാർ അണക്കെട്ടിലേക്ക് പോകുന്ന മരപ്പാലം, ചക്കിമേട് ഭാഗങ്ങളിൽ റോഡിൽ വന്യജീവികൾ കൂട്ടത്തോടെ ഇറങ്ങുന്നത് പതിവാണ്. ഇതോടെയാണ് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കടുത്ത ചൂടും കാട്ടുതീയും ജലക്ഷാമവും കൊണ്ടാണ് വന്യജീവികൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നത്. പകൽ നേരങ്ങളിൽ പോലും ആന, പുലി, കരടി തുടങ്ങിയവ റോഡിലോട്ട് ഇറങ്ങുന്നത് വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ആനകൾ റോഡിൽ ഇറങ്ങുന്നൊരു റൂട്ടായതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. നിലവിലെ വന്യജീവി ശല്യം കൂടുതലുള്ളൊരു റൂട്ടാണിത്. പിന്നെ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിലും ഈ ചൂടും അങ്ങനെയുള്ളൊരവസ്ഥയിൽ വന്യജീവികൾ കൂടുതലായിട്ട് റോഡിലും കാടിലുമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ജനങ്ങളുടെ ഒരു സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെയിൻ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. ചക്കിമേട് ഭാഗത്ത് ഒരാഴ്ച മുൻപ് തന്നെ ചെയിൻ ഗേറ്റും സ്ഥാപിച്ചു. അനധികൃതമായി വാഹനങ്ങൾ കടന്നുപോകുന്നത് തടയാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മധ്യവേനൽ അവധിയെ തുടർന്ന് നിരവധി വാഹനങ്ങളാണ് ഇടമലയാർ അണക്കെട്ട് ഭാഗത്തേക്ക് കടന്നുപോകുന്നത്. ന്യൂസ് 18 കോതമംഗലം. വെടിക്കെട്ട് ദുരന്തം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് കരകയറുകയാണ് പരവൂർ. 114 പേരുടെ ജീവനെടുത്ത വെടിക്കെട്ട് അപകടം നടന്ന് 3ാം വർഷമാണ് പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവ ആഘോഷം സംഘടിപ്പിച്ചത്. കമ്പം, എടുപ്പുകുതിര തുടങ്ങിയവ ഒഴിവാക്കിയായിരുന്നു ഉത്സവാഘോഷം. പേരുടെ ജീവനെടുത്ത വെടിക്കെട്ട് അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് പരവൂർ പതിയെ തിരിച്ചു വരികയാണ്. കഴിഞ്ഞ 2 വർഷവും ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആചാരപരമായ ചടങ്ങുകൾ മാത്രമാണ് സംഘടിപ്പിച്ചത്. എന്നാൽ ഇത്തവണ ആഘോഷങ്ങൾ പഴയ രീതിയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ക്ഷേത്ര ഭരണസമിതി ശ്രമിച്ചത്. പരവൂർ പ്രദേശവാസികൾ അതിനൊപ്പം നിന്നു. വെടിക്കെട്ട്, എടുപ്പുകുതിര, നിരവധി ആനകളുടെ എഴുന്നള്ളിപ്പ് തുടങ്ങിയവ ഒഴിവാക്കി. 3 ആനകളെ മാത്രമാണ് ഇത്തവണ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചത്. വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. എന്നാലും ജനങ്ങൾ പറയുന്നത് നമ്മൾ സംഭവിക്കേണ്ടത് സംഭവിച്ച് ആ സംഭവത്തിലോട്ട് പോവാതെ നിന്ന് അടുത്ത കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് പൊതുജനത്തിന്റെ അഭിപ്രായം ചെയ്യുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടം. 2016 ഏപ്രിൽ മാസം 10 പുലർച്ചെയായിരുന്നു അപകടം. 300-ലധികം പേർക്ക് പരിക്കേറ്റു. ക്ഷേത്രത്തിലെ കമ്പപ്പുരയിൽ തീപിടിച്ചായിരുന്നു അപകടം. ന്യൂസ് 18 കൊല്ലം. ഇനി നാട്ടുവോട്ട്. തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ പാലോട് പെരിങ്ങമലയിൽ ചർച്ചകളെല്ലാം ഒരു വിഷയത്തിൽ മാത്രം. പാലോട് മാലിന്യ പ്ലാന്റ് വേണ്ട എന്ന മുദ്രാവാക്യം എഴുതിയ ബോർഡുകളാണ് പെരിങ്ങമലയിലെങ്ങും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പെരിങ്ങമലയിൽ പോളിംഗ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം. ഞങ്ങൾ പറയും ബഹിഷ്കരണമാണ്, ഞങ്ങൾ വോട്ട് കൊടുക്കൂലെന്ന് പറയും. കാരണം അത് കാര്യമുണ്ട്. ഇന്നുവരെ ഒരു ഗവൺമെന്റും വന്ന് പറഞ്ഞിട്ടില്ല ഇത് നിർത്തലാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പെരിങ്ങമല പഞ്ചായത്തിൽ നിന്ന് പോലും ആരും വന്ന് പറഞ്ഞിട്ടില്ല. സുമതിയെ പോലുള്ളവർ കടുത്ത തീരുമാനത്തിലാണ്. പെരിങ്ങമലയിൽ മാലിന്യ പ്ലാന്റ് വരാൻ പാടില്ല. ഈ ഉറപ്പ് ലഭിക്കാതെ വോട്ട് ചെയ്യാനില്ല. വോട്ട് ചോദിച്ച് ആരും വരേണ്ടെന്നും ഇവർ പറയുന്നു. വീടുകൾക്ക് മുന്നിൽ നിലപാടും എഴുതി വെച്ചിട്ടുണ്ട്. പെരിങ്ങമലയിലെ മാലിന്യ പ്ലാന്റ് വിരുദ്ധ സമരം 300ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. അധികാരികളിൽ നിന്ന് ഒരു ഉറപ്പ് ലഭിക്കാത്തതിനാൽ പ്രതിഷേധവും ശക്തമാണ്. ഇതുവരെ ഈ സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരും തന്നെ നമ്മുടെ ഈ സമരം നിർത്തണമെന്നോ അല്ലെങ്കിൽ മാലിന്യ പ്ലാന്റ് ഇവിടെ വരില്ല എന്നൊരു വാക്ക് തരാൻ ഇതുവരെ വന്നിട്ടില്ല. സ്ഥല MP പോലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ ഇനി വോട്ട് ചോദിച്ച് വരണവരുടെ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ നിന്ന് മാറ്റി തരുമെങ്കിൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വോട്ടിന് പോകില്ല. വോട്ട് തേടിയുള്ള സ്ഥാനാർത്ഥികളുടെ ബോർഡുകളോ പോസ്റ്ററുകളോ പ്രദേശത്ത് വിരളമാണ്.
എല്ലാം മാലിന്യ പ്ലാന്റ് വിരുദ്ധ പോസ്റ്ററുകൾ മാത്രം. കുടിവെള്ള പ്രശ്നവും വികസന പരാതികളുമെല്ലാം ഇവിടെയുമുണ്ട്. പക്ഷേ ഇത്തവണ പെരിങ്ങമലക്കാർ അതൊന്നും ഉന്നയിക്കില്ല. കാരണം അവർക്ക് ഒരു മുദ്രാവാക്യമേ ഉള്ളൂ, മാലിന്യ പ്ലാന്റ് വേണ്ട എന്നത്. പെരിങ്ങമലയിൽ നിന്നും ക്യാമറമാൻ മനുവിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18. മലപ്പുറം മങ്കടയ്ക്കടുത്ത് പനങ്ങാൻകരയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുള്ള അപകടത്തിൽ മരണം 3 ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലായിരുന്ന ഹർഷാനയാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ഹർഷാനയുടെ അച്ഛൻ ഹംസക്കുട്ടി, സഹോദരൻ 8 വയസ്സുള്ള ബാദുഷ എന്നിവർ ഇന്നലെ രാത്രി തന്നെ മരിച്ചിരുന്നു. ഇന്നലെ രാത്രി പനങ്ങരയിൽ വച്ച് ലോറിയെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കൊച്ചി നെട്ടൂരിലുണ്ടായ വാഹനാപകടത്തിൽ 2 മരണം. നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. കന്യാകുമാരി സ്വദേശികളായ വർഗീസ്, ജോൺ എന്നിവരാണ് മരിച്ചത്. വെള്ളയറയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് തടിയുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇനി കാർഷിക കേരളം. വേനൽ ചൂടിലും കാർഷിക രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് കോഴിക്കോട് താമരശ്ശേരി കിഴക്കോത്ത് സ്വദേശികളായ ദമ്പതികൾ. മട്ടുലായുമ്മിൽ രാധാകൃഷ്ണനും ഭാര്യയുമാണ് സമ്മിശ്ര കൃഷിയിലൂടെ വിജയം കൊയ്യുന്നത്. കുന്നിൻപുറത്ത് കരുന്നൽ വിളയിച്ചെടുത്ത ഈ ദമ്പതികൾ തികച്ചും ജൈവ രീതിയിലാണ് വാഴയും പച്ചക്കറികളുമെല്ലാം കൃഷി ചെയ്യുന്നത്. മഴക്കാലത്തും വേനലിലുമെല്ലാം മാട്ടുലായിമ്മൽ രാധാകൃഷ്ണന്റെ കൃഷിയിടം സമൃദ്ധമാണ്. 60 സെന്റ് ഭൂമിയിലാണ് ഇവർ പൊന്നു വിളയിച്ചെടുക്കുന്നത്. ബാങ്ക് ജീവനക്കാരനായിരുന്ന രാധാകൃഷ്ണൻ സർവീസിൽ നിന്ന് വിരമിച്ചതോടെയാണ് കാർഷിക രംഗത്ത് സജീവമായത്. റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത്. വിവിധയിനം പച്ചക്കറികൾക്ക് പുറമെ വാഴ, കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയവയെല്ലാം ഇവിടെ നട്ടുവളർത്തുന്നുണ്ട്. ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി ഇങ്ങനെ തുടങ്ങിയ എല്ലാ തരം, കൂർക്കല്, മധുരക്കിഴങ്ങ് എല്ലാ കൃഷിയുണ്ട്. അപ്പോൾ ഈ അതിർത്തികളിൽ കൂടിയൊക്കെ രാമച്ചം വെച്ചിട്ടുണ്ട്. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി. കീടങ്ങളെ അകറ്റാൻ കൃഷിയിടത്തിൽ വിവിധ പൂച്ചെടികൾ നട്ടുവളർത്തിയിട്ടുണ്ട്. രാസവളങ്ങളില്ലാതെ കൃഷി വിജയിക്കില്ലെന്ന വാദത്തോട് ഇദ്ദേഹം വിയോജിക്കുന്നു. പച്ചക്കറിക്ക് ജൈവ കീടനാശിനി മാത്രം ഉപയോഗിക്കുന്നത്. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം അല്ലെങ്കിൽ വേപ്പെണ്ണ, സോപ്പ് മിശ്രിതം ഇതാണ് ചെയ്യുന്നത്. അല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. വേറെ ഒരു കീടനാശിനി ഉപയോഗിക്കുന്നില്ല. കാർഷിക വൃത്തിയിൽ താല്പര്യമുള്ള ഭാര്യ കനകലതയും സഹായത്തിനുണ്ട്. കൃഷിയോടുള്ള ഒരു ഇഷ്ടം തന്നെ. പിന്നെ നല്ല പച്ചക്കറി കഴിക്കാമല്ലോ, വിഷമൊന്നുമില്ലാതെ. അതാണ് ഒന്നാമത്തെ കാര്യം. നല്ലോണം വെണ്ടേ എല്ലാ സാധനങ്ങളും ഉണ്ടാകുന്നുണ്ട്. പച്ചമുളക് ഒന്നും വാങ്ങിക്കല്ല, ഇപ്പം തക്കാളിയൊക്കെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. കിഴക്കോത്ത് കൃഷി ഓഫീസ് എല്ലാ പിന്തുണയുമായി രാധാകൃഷ്ണന്റെ ഒപ്പമുണ്ട്. മറ്റു കർഷകർക്ക് മാതൃകയാക്കാവുന്ന കാർഷിക രീതിയാണ് രാധാകൃഷ്ണന്റേതെന്ന് കൃഷി വകുപ്പ് ജീവനക്കാർ പറയുന്നു. മറ്റുള്ള കർഷകർക്ക് ഒരു പ്രചോദനവും പിന്നെ പലരും ചോദിക്കാറുണ്ട് ഈ ഓഫീസിലൊക്കെ വന്നിട്ട്, പിന്നെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവരെ പച്ചക്കറി വിളവെടുപ്പിന്റെ ഫോട്ടോ അവരെ എവിടെയാണ്, ഇത്ര വാർഡിലാണ് എന്നൊക്കെ ചോദിച്ചവരുണ്ട്. കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ വേനൽ ചൂടോ പ്രായമോ തടസ്സമാകില്ലെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. ന്യൂസ് 18 താമരശ്ശേരി. വാർത്തകളിലേക്ക്. കണ്ണൂർ ആലക്കോട് രയറോം പാലത്തിന് സമീപം തകർന്ന വൈദ്യുതി തൂൺ അപകട ഭീഷണി ഉയർത്തുന്നു. ട്രാൻസ്ഫോമറിനോട് ചേർന്ന് ഹെവി വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന തൂണാണ് അപകടാവസ്ഥയിലായത്. 10 ദിവസമായി വാഹനമിടിച്ച് വൈദ്യുതി തൂൺ തകർന്നിട്ട് ഇതുവരെ പോസ്റ്റ് പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡരികിലാണ് ഏതു സമയവും വീഴാവുന്ന വിധത്തിൽ വൈദ്യുതി തൂണിന്റെ നിൽപ്പ്. യാത്രക്കാർ ഏറെ ഭീതിയോടെയാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഒരാഴ്ച മേലായി ഇത് പോസ്റ്റ് പൊട്ടിയിട്ട്. മറ്റേ വാഹനങ്ങളെല്ലാം പോകുന്നതല്ലേ, ഹൈവേ റോഡും സ്കൂൾ പിള്ളേരെല്ലാം കൂടി പോകുന്ന യാത്രക്കാർ നടന്നു പോകുന്ന സ്ഥലമാണ്. ഇതുവരെ ഒന്നും മാറ്റിയില്ല. പാലും അടുത്തായി, വളവുമായി, അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല. ഉടനെ ഒന്ന് മാറ്റിത്തരണം. താഴ്ഭാഗം പൂർണ്ണമായും തകർന്ന പോസ്റ്റ് വൈദ്യുതി കമ്പികളുടെ ബലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചെറിയൊരു കാറ്റുണ്ടായാൽ പോലും തൂൺ താഴേക്ക് പതിക്കാം. ആലക്കോട് സബ് ഡിവിഷന് കീഴിലുള്ള തേർത്തല്ലി ഫീഡറിലാണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ടുള്ളത്. ദിവസങ്ങളായി അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി വൈകുകയാണ്. ദുരന്തം വരും വരെ കാത്തുനിൽക്കാതെ തൂൺ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ആലക്കോട്. കോന്നി തേക്കുതോട്ടിൽ പ്രവർത്തിക്കുന്ന SBI ശാഖ മാറ്റി സ്ഥാപിക്കാനുള്ള അധികൃതരുടെ നടപടികൾക്കെതിരെ പ്രതിഷേധ സമരവുമായി നാട്ടുകാർ രംഗത്ത്. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ബാങ്ക് മാറ്റി സ്ഥാപിക്കുന്നത് ജീവനക്കാരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മലയോര മേഖലയായ കോന്നി തേക്കുതോട്ടിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖ മാറ്റി സ്ഥാപിക്കുന്നതിന് എതിരെയാണ് പ്രതിഷേധം. 4000-ഓളം അക്കൗണ്ടും
14,000-ഓളം ഇടപാടുകളുമുള്ള ബാങ്ക് മാറ്റിസ്ഥാപിച്ചാൽ പ്രദേശത്തെ നിക്ഷേപകരും ദൈനംദിന ഇടപാടുകൾ നടത്തുന്നവരും പ്രതിസന്ധിയിലാകുമെന്നാണ് ആശങ്ക. ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്ന ധാരാളമായിട്ടുള്ള സാധാരണക്കാർ കുട്ടികളുടെ അക്കൗണ്ടുകൾ ഒക്കെയും ഏകദേശം ഒരു 4,000-ഓളം അക്കൗണ്ടുകളും അതോടൊപ്പം തന്നെ ഒരു 14,000-ഓളം ഇടപാടുകളും നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അതിന് എന്ത് സമര പരിപാടികളിലും ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ലക്ഷങ്ങളുടെ നിക്ഷേപവും കോടികളുടെ വായ്പയും നൽകുന്ന ബാങ്കിന്റെ പ്രവർത്തനം മികച്ച രീതിയിൽ നടക്കുന്നതിനാൽ ബാങ്ക് മാറ്റി സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ഒരാൾക്ക് പോലും വായ്പാ കുടിശ്ശികയില്ലാത്ത ബാങ്കാണ് ഈ ബാങ്ക്. 12.5 കോടി രൂപ വായ്പ കൊടുത്തിട്ടുണ്ട്. 8 ലക്ഷം രൂപ നിക്ഷേപമുണ്ട്. ഈ 12.5 കോടി രൂപയിൽ ഒരു വായ്പയിൽ 1 രൂപ പോലും കുടിശ്ശികയില്ല എന്നുള്ളതാണ് ഈ ബാങ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം അടച്ചുപൂട്ടുവാൻ നടക്കുന്ന സമീപനം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. അതേസമയം ബാങ്ക് ജീവനക്കാരുടെ നിസ്സഹകരണവും ഗൂഢാലോചനയുമാണ് ബാങ്ക് മാറ്റുന്നതിന് കാരണമെന്നും ആരോപണമുണ്ട്. ബാങ്ക് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാർ ബാങ്കിൽ എത്തുന്ന ഇടപാടുകാരോട് മോശമായി പെരുമാറുന്നതായും ആരോപണമുണ്ട്. ബാങ്കിൽ ഒരാൾ ഒരു പണയം വെക്കാൻ തന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ 4 മണി വരെ ആളെ നിർത്തിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ കാർഷിക ലോൺ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ തന്നെ അത് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യം ഈ സ്റ്റാഫുകളെ എത്രയും പെട്ടെന്ന് മാറ്റി ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ പ്രാപ്തരായ ഉദ്യോഗസ്ഥരെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ പ്രതിഷേധക്കാരുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ബാങ്കിന്റെ ശാഖ മാറ്റി സ്ഥാപിക്കുന്നത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കോന്നി. പിറവം ആറ്റുതീരം റോഡിൽ രാത്രി വീണ്ടും മാലിന്യം തള്ളി. കക്കൂസ് മാലിന്യമാണ് തള്ളിയത്. മുൻപ് പലവട്ടം ഇത് സംബന്ധിച്ച് നാട്ടുകാർ മുനിസിപ്പാലിറ്റിയിലും പോലീസിലും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പാഴൂർ ആറ്റുതീരം പാർക്ക് ബോട്ട് ജെട്ടി ടൂറിസം പദ്ധതിയിലേക്കുള്ള പ്രവേശന കവാടത്തിന് മുന്നിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിച്ച് ടാങ്കർ ലോറികളിൽ എത്തിക്കുന്ന മാലിന്യം രാത്രിയുടെ മറവിലാണ് ഇവിടെ തള്ളുന്നത്. നഗരത്തിലെ പലയിടങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ദേവിപ്പാടിയിൽ നിന്ന് ആറ്റുതീരത്തേക്ക് തിരിയുന്ന ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടില്ല. പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമല്ലാത്തതാണ് മാലിന്യം സ്ഥിരമായി ഇവിടെ നിക്ഷേപിക്കാൻ കാരണമെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. പ്രളയത്തിന് ശേഷം നമുക്ക് പ്രകൃതി വരദാനമായി തന്നതുപോലെ ഈ കുളം മുഴുവൻ ക്ലീനാക്കി പ്രകൃതി നമുക്ക് തിരിച്ചു നൽകിയതാണ്. എന്നാൽ വീണ്ടും ഇവിടെ വേസ്റ്റ് ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യം അടക്കമുള്ള വേസ്റ്റുകൾ കൊണ്ടുപോയി നിറയ്ക്കുവാനായിട്ട് ഇവിടെ തൽപര കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇതൊരു വലിയൊരു ജനകീയ പ്രശ്നവുമാക്കി മാറ്റുവാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പുറംതള്ളുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വൻതോതിൽ തള്ളിയിരിക്കുന്നതിന് പുറമെയാണ് കക്കൂസ് മാലിന്യം തള്ളിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭാ ചെയർമാൻ സാബു കെ ജേക്കബ്, ഹെൽത്ത് ഇൻസ്പെക്ടർ EK സഹദേവൻ എന്നിവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. ന്യൂസ് 18 പിറവം. പ്രളയകാലത്ത് മലപ്പുറം വാലില്ലാപ്പുഴ തടാകത്തിൽ വീണ കൂറ്റൻ മരം മുറിച്ചു നീക്കി കിനാവ് ചാരിറ്റി പ്രവർത്തകർ. സമീപത്തെ 150ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വെള്ളം മലിനമായി തുടങ്ങിയതോടെയാണ് കിനാവിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റിയത്. മലബാറിലെ തന്നെ പ്രശസ്തമായ തടാകമാണ് വാലില്ലാപ്പുഴ തടാകം. കഴിഞ്ഞ പ്രളയത്തിലാണ് തടാകത്തിലേക്ക് വലിയ മരം കടപുഴകി വീണത്. മരം വെള്ളത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ പലരും ശ്രമിച്ചെങ്കിലും നടന്നില്ല. മരം മുറിക്കാരുടെയും JCBയുടെയും സഹായത്തിൽ വാഴക്കാട്ടെ കിനാവ് ചാരിറ്റി പ്രവർത്തകർ മരം തടാകത്തിൽ നിന്ന് നീക്കം ചെയ്തു. കഴിഞ്ഞ പ്രളയത്തിൽ വീണ മരം കാരണം 8 മാസത്തോളമായി മലിനമായി കിടക്കുന്ന അവസ്ഥയിലാണ്. ഇത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിനാവ് ചാരിറ്റി പ്രവർത്തകർ ഇത് ശുദ്ധീകരിക്കാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. പ്രദേശത്തെ ജനങ്ങൾ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കും ആശ്രയിക്കുന്നത് തടാകത്തെയാണ്. കിനാവിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് വാർഡ് മെമ്പർ KA സലീം അഭിപ്രായപ്പെട്ടു. പല ആളുകളും പല രീതിയിൽ ശ്രമിച്ചിട്ട് കയറാതെ ഇന്നൊരു മരം. അപ്പോൾ അതിപ്പോൾ ഈ ഇവരെ ഈ ക്ലബ്ബ്, ഈ സന്നദ്ധ സംഘടന, കിനാവ് എന്ന ഈ സന്നദ്ധ സംഘടന വന്ന് എടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. മറ്റ് ചെറിയ മരങ്ങളും വെള്ളക്കെട്ടിലെ മറ്റ് മാലിന്യവും ഇവർ നീക്കം ചെയ്തു. അൻവർ ഷെരീഫ്, മുനീർ മുണ്ടുമൊഴി, അസ്കർ വാഴക്കാട്, ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 വാഴക്കാട്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അപകടത്തിൽ പരിക്കേറ്റെത്തുന്നവർക്ക് സഹായഹസ്തവുമായി കൃഷ്ണപുരം റോട്ടറി ക്ലബ്ബ്. പരിക്കേറ്റ് അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നവർക്ക് വസ്ത്രം നൽകിയാണ് റോട്ടറി ക്ലബ്ബ് മാതൃകയാകുന്നത്. ആശുപത്രിയിൽ അപകടത്തിൽ പരിക്കേറ്റ് എത്തുന്നവർക്ക് വസ്ത്രം ലഭ്യമാക്കുന്ന പ്രവർത്തനത്തിനാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് കൃഷ്ണപുരം നേതൃത്വം നൽകുന്നത്. അപകടം പറ്റിയെത്തുന്ന ആരെന്ന് തിരിച്ചറിയാത്തവർക്കും വേണ്ടപ്പെട്ടവരാരും കൂടെ ഇല്ലാത്തവർക്കുമാണ് വസ്ത്രങ്ങൾ നൽകുന്നത്.
പ്രത്യേകം തയ്യാറാക്കിയ അലമാര സഹിതമാണ് റോട്ടറി ക്ലബ്ബ് ഡ്രസ് സ്റ്റോറേജ് തയ്യാർ ചെയ്തിരിക്കുന്നത്. ഡ്രസ് സ്റ്റോറേജ് റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഇ.കെ. ലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മനോജിന് കൈമാറി. അപകടത്തിൽപ്പെട്ടു വരുന്ന രോഗികൾക്ക് അത്യാവശ്യം മാറേണ്ട വസ്ത്രങ്ങളാണ് ഞങ്ങൾ ഇതിൽ കരുതുന്നത്. ഇത് തീരുന്നതനുസരിച്ച് ഇത് ഫില്ല് ചെയ്യാനുള്ള സംവിധാനവും ക്ലബ്ബ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അലമാരയിലെ വസ്ത്രങ്ങൾ തീരുന്നതിനനുസരിച്ച് റോട്ടറി ക്ലബ്ബ് തന്നെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകും. കൃഷ്ണപുരം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജയശങ്കർ, ഡോക്ടർമാരായ സ്വാതി, രേഷ്മ, അഡ്വക്കേറ്റ് സനിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. അരീക്കോട് പഞ്ചായത്തിൽ നിന്നൊരാൾ ആദ്യമായി സിവിൽ സർവീസ് നേടിയ സന്തോഷത്തിലാണ് നാട്ടുകാർ. അരീക്കോട് തൊടുകര വീട്ടിൽ ഫറാഷ് സിവിൽ സർവീസിൽ ഇടം പിടിച്ചതിൽ നാട്ടാകെ സന്തോഷത്തിലാണ്. റിട്ടയർഡ് AEO ഇസ്മായിൽ ഷെരീഫിന്റെയും അധ്യാപികയായ MD ത്വയ്യിബയുടെയും മകൻ T ഫറാഷാണ് സിവിൽ സർവീസ് നേടിയ ആദ്യ അരീക്കോട്ടുകാരൻ. 421ാം റാങ്ക് നേടിയ ഫറാഷിന് IAS-ലാണ് താല്പര്യം. വളരെയധികം സന്തോഷമുണ്ട്. ഇത് 3ാമത്തെ അറ്റംപ്റ്റ് ആണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫൈനലി അതിനകത്തുനിന്ന് കിട്ടാതെ വരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ 3ാമത്തെ തവണ ഫൈനൽ ലിസ്റ്റിൽ പേര് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതും നല്ലൊരു റാങ്കോട് കൂടിയാണെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. വാഴക്കാട് ടെക്നിക്കൽ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി 3ാമത്തെ തവണയാണ് കടമ്പ കടക്കുന്നത്. ഒരുപാട് ന്യൂസ് നമ്മളിപ്പം സിവിൽ സർവീസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഒരു IAS എന്നുള്ളൊരു ഇത് കേൾക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് അറിയുന്നതൊക്കെ BTech സമയത്താണ്. സിവിൽ സർവീസും IAS-ഉം അതിൻ്റെ ഒരു ജോലിയുടെ ഒരു ക്യാരക്ടർ, അത് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ മനസ്സിലാകുന്നത് BTech-ൻ്റെ സമയത്താണ്. അങ്ങനെയാണ് BTech-ന് ശേഷം ഇതിൻ്റെ കോച്ചിങ്ങിന് പോകാമെന്നും എഴുതാമെന്നും ഒരു തീരുമാനം എടുക്കുന്നത്. ഫൈനൽ ഇയറിന് ശേഷം മറ്റ് ജോബൊന്നും നോക്കേണ്ട, പൂർണ്ണമായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് നോക്കാമെന്ന് തീരുമാനിക്കുന്നത് ഏകദേശം ഫൈനൽ ഇയർ സമയത്താണ്. ഈ ഒരു ജോലി പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യണമെന്നാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ലക്ഷ്യം നേടാൻ കുടുംബത്തിന്റെ പരിപൂർണ്ണ പിന്തുണയുണ്ടായിരുന്നുവെന്ന് ഫറാഷ്. 3 വർഷത്തോളം കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇത് മാത്രം വിചാരിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം മെൻ്റലി ആൻഡ് നമുക്ക് ഭയങ്കര സപ്പോർട്ട് വേണം. ഇല്ലെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആദ്യത്തെ അറ്റംപ്റ്റിലും 2ാമത്തെ അറ്റംപ്റ്റിലും ഫെയിൽ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് എഴുതാനുള്ള ഒരു ഊർജ്ജം വേണമെന്നുണ്ടെങ്കിൽ അത് ബാക്ക് സപ്പോർട്ടാണ്. അത് വീട്ടുകാർ തന്നുകൊണ്ട് മാത്രമാണ്. 2ാമത്തെ തവണ ഫെയിലായപ്പോൾ പോലും വീണ്ടും എഴുതണം എന്ന് പറയുന്നത് വീട്ടുകാർ തന്നെയാണ്. അരീക്കോട് നിന്നൊരാൾക്ക് സിവിൽ സർവീസ് നേടാനായതിൽ നാടാകെ വലിയ സന്തോഷത്തിലാണ്. ഏറെക്കാലത്തെ നമ്മുടെ ആഗ്രഹമാണ് ഒരു സിവിൽ സർവീസിൽ ഒരാൾ എങ്ങനെയെങ്കിലും കയറി വരണം എന്നുള്ളത്. ഇന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഫറാഷ് ഇന്ന് അരീക്കോടിൻ്റെ അഭിമാന താരമായി മാറിയതിൽ ഏറെ സന്തോഷിക്കുന്ന വ്യക്തിയാണ്. ന്യൂസ് 18 അരീക്കോട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ആദ്യ ചുമർ ചിത്രം പൂർത്തിയാകുന്നു. ബുക്കിംഗ് കൗണ്ടറിന് മുന്നിലും പുതിയ കെട്ടിടത്തിന് മുകൾ ഭാഗത്തുമാണ് മനോഹരമായ ചുവർ ചിത്രം വരയ്ക്കുന്നത്. 1200 ചതുരശ്ര അടിയിൽ 4ഇടത്തായാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. മാഹി മലയാള കലാഗ്രാമത്തിലെ 15ഓളം ചിത്രകാരന്മാരാണ് ചുമർ ചിത്രത്തിന് പിന്നിൽ. കണ്ണൂരിന്റെ ചരിത്രവും സംസ്കാരവും രേഖപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് തയ്യാറാക്കുന്നത്. പറശ്ശിനിക്കടവ് മുത്തപ്പനും പഴശ്ശിരാജയും അറക്കൽ ബീബിയും കോത്താമൂരിപ്പാട്ടും കൈത്തറിയും കളരിപ്പയറ്റുമെല്ലാം സൂക്ഷ്മമായി തന്നെ വരച്ചിട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ, കോതാമൂരിയാട്ടം, പൂരക്കളി, മാടായിപ്പള്ളി, വളപട്ടണം പള്ളി, ഭരണശ്ശേരി പള്ളി, കളരിപ്പയറ്റ്, സർക്കസ്, കുഞ്ഞിമംഗലത്തെ വെങ്കല നിർമ്മാണം, ഇതെല്ലാമാണ് ഇതിലധികം സബ്ജക്റ്റുകളുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ ക്യാൻവാസിലാക്കി ഉൾക്കൊള്ളിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ ചിത്രം പൂർത്തീകരിച്ചു വരുന്നത്. ബൈജൂസ് ലേണിംഗ് ആപ്പാണ് റെയിൽവേ സ്റ്റേഷനിലെ ചുമർ ചിത്രത്തിന്റെ ചിലവ് വഹിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിലേക്കും പുറത്തേക്കുമുള്ള വഴിയിൽ നേരത്തെ സിമന്റിൽ കലാസൃഷ്ടി ഒരുക്കിയിരുന്നു. ചുമർ ചിത്രം കൂടി പൂർത്തിയാകുന്നതോടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ തന്നെ മാറും. ന്യൂസ് 18 കണ്ണൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ MG രേണുക ചെയ്യും. നമസ്കാരം.